നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചുള്ളനായല്ലോ രഘുവേട്ടാ. ആഹാ, അപ്പൊ നീ മറന്നോ? ശങ്കരമാമയുടെ മോന്റെ പെണ്ണ് കാണലിൽ നിന്ന് പോവല്ലേ? അശ്ശോ, ഞാനതങ്ങട് മറന്നു. പെട്ടെന്ന് എന്തേ മുഖം വാടിയത്? രഘുവേട്ടാ, എനിക്ക് മനസ്സിലായി, നിന്നെയും കുട്ടികളും കൊണ്ടുപോകാത്തോണ്ടല്ലേ. ഏയ് അങ്ങനൊന്നുമില്ല. നോക്ക്, നിനക്കറിയാലോ എന്താ എന്നെ തന്നെ വിളിച്ചെന്നുള്ള കാര്യം. ആ ചെക്കന് ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടാവില്ല. ഓരോരോ വീട്ടിൽ ചെല്ലുക, കാപ്പി പലഹാരം കഴിക്കുക, തിരിച്ചു പോരുക. ശങ്കരമാമയ്ക്കും മടുത്തു. അതാണ് എന്റെ കൂടെ പോവാൻ പറഞ്ഞത്. ഞാൻ തന്നെ പോണില്ല എന്ന് കൊറേ പറഞ്ഞു നോക്കിയതാണ്, പക്ഷെ പുള്ളി വിടണില്ല. അച്ഛാ, അമ്മയുടെ വിഷമത്തിന്റെ കാര്യം വേറെയാണ്. എന്തത്? അച്ഛനെ പെണ്ണ് കാണാൻ വിളിച്ചില്ലേ, അന്നേരം അമ്മ പറഞ്ഞതാണ്. മഞ്ജു പറഞ്ഞതാ. ശരി രഘുവേട്ടാ, കഴിഞ്ഞ ആഴ്ച അമ്മമ്മ വിളിച്ചിട്ടേ ഈ കാര്യം പറഞ്ഞില്ലേ രഘുവേട്ടനോട്? ആ, അപ്പോ എന്റെ വിഷമത്തിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാ രഘുവേട്ടൻ വിചാരിക്കണതല്ലാട്ടാ. ഒരു ചെക്കൻ പെണ്ണ് കാണാൻ വരുമ്പോ ഒരു പെൺകുട്ടി എന്ത് സന്തോഷിക്കൂലേ? കാണാൻ എങ്ങനെ, സ്വഭാവം എങ്ങനെ, വീട്ടുകാരെങ്ങനെ, അങ്ങനെ അങ്ങനെ 100 കൂട്ടം ചിന്തകൾ ഉണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും കുറവ് പറഞ്ഞിട്ട് ആ ചെക്കൻ വേണ്ടാന്ന് വെച്ചിട്ട് പോകുമ്പോ കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയല്ലേ പൊതുവെ പെണ്ണ് കാണല്? ഇതിനെയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ വരും. അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വിഷമത്തിന് കൂട്ടു നിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എന്റെ വിഷമം. ഓ, അതാണ് അപ്പൊ എന്റെ കല്ലുവിന്റെ പ്രോബ്ലം അല്ലേ? എന്തുട്ട്? കല്ലുവേ, വിഷമിക്കണ്ട. അവള് നീ പറഞ്ഞത് ഇപ്പൊ തത്തെ പോലെ തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. എന്റെ അമ്മോ, ഞാനൊക്കെ പേടിച്ചു പോയിട്ടാ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയാണ്. പിന്നെ ഇപ്രാവശ്യം ശങ്കരമാമ എന്നെയും കൂട്ടി വിടുന്നതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അവര് മുമ്പേ തന്നെ ഈ പെണ്ണിന്റെ വീട്ടില് ചെക്കൻ അറിയാതെ ചെന്ന് കണ്ടിരുന്നു. എന്നിട്ട് അവർക്ക് കുട്ടിയെ ബോധിച്ചു എന്നാ പറയണേ. പക്ഷെ അവൻ സമ്മതിച്ചില്ലെങ്കിലോ? ശങ്കരമാമ പറയണത്, രഘുവേ, നിനക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നാ. അത് ശരിയാണ്. ഇത്രയെങ്കിലും അവന് ബഹുമാനം ഉണ്ടെങ്കിൽ രഘുവേട്ടനോടെ ഉള്ളു കേട്ടാ. ഷോ, സംസാരിച്ചു നിന്ന് സമയം പോയി തറഞ്ഞില്ല. രാഹുകാലത്തിന് മുമ്പ് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ ഏട്ടൻ ചെന്നോളൂ. ആ, പിന്നെ രാവിലത്തെ പത്തിരി ഇറച്ചിക്കറിയും സൂപ്പർ ആയിരുന്നു കേട്ടാ. അശ്വ, അത് ഞാൻ ഉണ്ടാക്കിയതല്ല, യാസ് കൊടുത്തു വിട്ടതാണ്. ഉച്ചക്ക് മട്ടൻ ബിരിയാണി ഉണ്ട്. ചുരുക്കി പറഞ്ഞ, ഞാൻ അവിടെ പോയി പലഹാരം തിന്നണു, നിങ്ങൾ ഇവിടെ ബിരിയാണി തിന്നണു അല്ലേ? വിഷമിക്കണ്ട, ഏട്ടന്റെ പങ്ക് ഞാൻ മാറ്റി വെക്കണുണ്ട്. അതുപോലെ എന്റെ പങ്ക് പലഹാരം പൊയിഞ്ഞോണ്ട് വരുമോ? അയ്യടി കാന്താരി, അവളുടെ പൂതി നോക്കിയേ. ആ, എന്നിട്ട് പെണ്ണിന്റെ വീട്ടുകാരായിട്ട് കല്യാണം വേണ്ടാന്ന് വെക്കണം അല്ലേ? മോളെ, അത് പറ്റില്ല. പക്ഷെ അതിന് പകരം അച്ഛൻ അതേ സാധനങ്ങൾ ബേക്കറിന്ന് വാങ്ങിയിട്ട് വരാട്ടാ. അച്ഛൻ ഈ മോളെ വഷളാക്കുന്ന ലക്ഷണം എല്ലാം ഉണ്ട്. ആ, പിന്നെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണേട്ടാ. നോക്കട്രിയേ. എന്തുട്ടിന്? പെട്ടെന്ന് ബിരിയാണി തിന്നാലോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ വേണ്ടാട്ടാ. യാസോന്റെ ഇവിടേക്ക് കൊണ്ടുവരും, അപ്പൊ കഴിച്ചാ മതി മോള്. അമ്മേ, അപ്പൊ ഇതിന് പകരം നമ്മളെന്താ കൊടുക്ക? നിന്റെ പിറന്നാള് വരികയല്ലേ, ഇലയിട്ട് സദ്യ കൊടുക്കും. അതിന് ഞാൻ ജനിച്ചത് മെയ്യിലല്ലേ, പക്ഷെ ഇപ്രാവശ്യം നാളെ ജൂണിലാണ് വരുന്നത്. അതുകൊണ്ട് 2 സദ്യ ഉണ്ണാം. അതന്നെ ഐഷു. ഇതാരണിപ്പോ? യാസോന്റെ ആവും. യാസോന്റെ ഇപ്പോഴൊന്നും വരില്ലേ മോളെ? അല്ല, നിനക്ക് അതേ ഉള്ളോ ചിന്ത? ആരാണ്? ഞാനാ മാമി. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? അതിന് ക്ലാസ് ഇല്ലല്ലോ. അശ്വ, പെട്ടെന്ന് ഞാനത് ഓർത്തില്ല. അശ്വ, എന്റെ ബിരിയാണി തിന്നാന് വേറെ ആളും ആയി. മിണ്ടാതിരുന്നേ ഐശ്വേ. എന്താ പ്രശ്നം? ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വായോ. ഹലോ യാസു, എന്തേ? ആ, ഓക്കെ, പതുക്കെ മതി, ധൃതിയില്ലാന്നേ. ശരി, ഓക്കെ. യാസു ആണ്, നീ ഇങ്ങടേക്ക് വളവ് തിരിയണത് കണ്ടൂത്രേ. തിരിച്ചു പോണത് ബിരിയാണി കഴിച്ചിട്ടേ ആവാവൂന്ന് പറയാൻ വിളിച്ചതാണ്. ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ? അപ്പൊ എല്ലാവർക്കും കുഞ്ഞിക്കാട്ടുന്റെ വക ഈദ് മുബാരക്. ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.